ഹായ് ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പവിൻ്റെ മാരേജ് വന്നു ഉണക്കിതാ சொல்லணும்னா சொல்லு அடுத்து எனக்கு அழுகிய சொல்லுங்க சர்ப்ரைஸ் பண்ணிருங்க உங்க ஐடி பேர் என்னது? ஸ்டோரி சோஃபியா. ஸ்டோரி சோஃபியாவா? ஸ்டோரிஸ் ஆஃப் இயா. மேபி அலி ஸ்டோரிஸ் ஆஃப் இயா. மேபி ஸ்டோரிஸ் ஆஃப் இயா. ஸ்டோரிஸ் ஆஃப் இயா. என்ன சொல்லணும்? சப்ஸ்கிரைப் பண்ண சொல்லுங்க. അതെ ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പവിൻ്റെ റിസപ്ഷനാണ്. റിസപ്ഷനിന് ഞങ്ങൾ ഒരു 12-12:30 തന്നെ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് കല്യാണം എല്ലാ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. അങ്ങനെ ഇന്ന് റിസപ്ഷനാണ്. റിസപ്ഷന് പെണ്ണും ചെക്കൻ്റെ വീട്ടുകാരും എല്ലാം അവിടെ എത്തണം. അങ്ങനെ ഞങ്ങളെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ എത്തിയിരുന്നു. പിന്നെ ചെക്കനോട് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് സമയം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും പറയലും ഒക്കെ. പിന്നെ ചെക്കൻ്റെ അമ്മ പവീനോട് കുറച്ച് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡിന് ഇതാ തമിഴ്നാട് ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. തക്കാളിച്ചോറ്, പിന്നെ തൈര് സാദം, പിന്നെ ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഞാൻ ഉറക്കമൊഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇതാ ചെക്കനെ വിളിക്കാൻ പോകുന്ന പോക്കാണ്. ഇതവിടെ ഒരു ഫംഗ്ഷനാണ്. ചെക്കനെ വിളിക്കാൻ പെണ്ണിൻ്റെ വീട്ടിൽ എല്ലാവരും പോകണം. പിന്നെ ഞാനൊരു ഉറക്കമൊഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും പവി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പവീനെ ആ ലുക്കിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചെക്കൻ എന്തോ ബിസി ആയതുകൊണ്ട് ചെക്കൻ പിന്നെ റീക്രിയേറ്റ് ചെയ്തു ആ മൊമെൻറ്റ്. പിന്നെ എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ കൊണ്ട് കുറച്ച് സമയം സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.